അതെ, ഇതാണ് അവന്റെ വീട്. അല്ല, 3-4 പേര് വരും പറഞ്ഞിട്ട്. അത് പിന്നെ ഇപ്പൊ നമ്മള് മതിയല്ലോ. ചേച്ചല്ലേ വരാന്നോ പറഞ്ഞു. പിന്നെ അവൻ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇല്ലേ അതാണവൻ. സംഭവം പ്രശ്നമുള്ള കേസാണ്. എന്നാലും കുഴപ്പമില്ല, ഡീൽ ചെയ്ത് വിടുന്ന കേസല്ലേ ഉള്ളൂ. ആടാ 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 എടാ, ഇതൊരു കൊച്ചു പയ്യനല്ലേ? കൊച്ചു പയ്യനൊക്കെ ശരിയാണ്, പക്ഷെ അവന്റെ കൈയിരിപ്പ് ശരിയല്ല. അവനെന്റെ പ്രായമുണ്ട്, കാണാൻ കൊച്ചാറ്റെന്നുള്ളു. അന്ന് നമുക്ക് വെച്ചിടിക്കാം. അയ്യോ, വെച്ചിരിക്കണ്ട, എന്റെ ഭാവി അളിയനാണ്. പറഞ്ഞ ആക്ഷൻ മതി കേട്ടാ. അത് ഇപ്പൊ ഒന്നുമില്ല, പാടല് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഈ ടൂറിസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ ചാടി കയറി ചെയ്യാൻ പറ്റില്ല. അപ്പം പറഞ്ഞ കണക്ക് ഒന്നും പാളരുത്. ഞാൻ തോണ്ടി ആ ഷെഡിൽ കാണും കേട്ടാ. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണേ കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ പറഞ്ഞാലും മനസ്സിലാവും. നീ അല്ലടാ കേശു? പോയേട്ടാ, നീ അവിടെ പോവാ? ഫ്രണ്ടിനെ കാണാൻ പോണ് ഈ സമയത്ത്. നീ അല്ലടാ രുക്മിണിയുടെ പിന്നാലെ നടക്കുന്നേ? ഏത് രുക്മിണി? നിനക്ക് രുക്മിണിയെ അറിയത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കടാ. ആലോചിക്കടാ. നമ്മുടെ ഈ മറ്റേ റോസിയാണോ? റോസിയ വിളച്ചിലെടുക്കുന്നുണ്ടോ? രുക്മിണി അറിയത്തില്ലല്ലോ. രുക്മിണി അമ്മച്ചാണോ? ഞാൻ ഈ പഞ്ചായത്ത് രുക്മിണി എന്ന് പറഞ്ഞ കൊച്ചിനെ കണ്ടിട്ടില്ല. പിന്നെ വിടറോ, വിട്ടിട്ട് സംസാരിക്കണോ ആദ്യം? രുക്മിണി അറിയാം. ചേട്ടാ വിടറാ, വെട്ടാളെ വിടറാ. എന്റെ കേശുനെ തൊടുന്നോടാ. എന്റെ കേശുനെ തല്ലുന്നോടാ. ഇങ്ങോട്ട് വരാം. ഇനി എങ്ങാനും എന്റെ കേശുനെ തൊട്ടാ നിന്നെ ഈ ഭൂമിയുടെ മേലേക്ക് വച്ചേക്കില്ല കേട്ടോ. എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ ഇവിടെ നിന്നിട്ട് പൊക്കോ. ഓടാ. എന്താ മക്കളെ കാര്യം പറ? എനിക്കറിഞ്ഞൂടാ, അവനോട് ചോദിക്കും. എന്തോടാ സംഭവം? ചേച്ചി, നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ട ചേട്ടന്മാരില്ലേ? ഓ തന്നെ തന്നെ. അല്ല, അവരെ കൂടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നാ? ഇല്ല, അവരെ മാത്രമേ കണ്ടുള്ളൂ. ഇല്ല. എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? ആർക്ക് മനസ്സിലായില്ല? അവന്മാരെ കയ്യിൽ നിന്ന് കേശുവിനെ ഞാൻ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തിയതാ. എങ്ങനെ? ഇവ ഏതോ രുക്മിണിയെ പിറകെ നടക്കണം എന്ന് പറഞ്ഞ കാര്യത്തിലാണ് അവന്മാർ ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. അത് നീ എങ്ങനെ കേട്ടോ? എന്റെ അടുത്ത് പറഞ്ഞേ. നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? എന്റെ അടുത്തും പറഞ്ഞു. ഇടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിന്റെ ആ ചെറുക്കനെ ഇടിക്കണം, എന്തിന്റെ ആ ചെറുക്കനെ ഇടിക്കണത്? കാതിൽ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. അവൻ ഇടിച്ചില്ലല്ലോ. അത് ഇടിക്കാൻ വേണ്ടി പറഞ്ഞു. സത്യം. കണ്ടാ? എന്തായാലും ഞാൻ രക്ഷിച്ചില്ലേ ചേച്ചി? ചേച്ചി, ഞാൻ കേശുവിനെ അതിസാഹസ്യമായി രക്ഷിച്ച്. അമ്മമ്മേ, ഞാൻ കേശുവിനെ അതിസാഹസ്യമായി രക്ഷിച്ച്. ആന്റി, കേശുവിനെ ഞാൻ സാഹസ്യമായി രക്ഷിച്ച്. പാറക്കുട്ടി, ചേട്ടനെ ഞാൻ സാഹസ്യമായി രക്ഷിച്ച്. ഗുഡ് വർക്ക്. അങ്ങനെ എഫേർട്ട് ഇട്ടാ രക്ഷിച്ചേ. രുക്മിണി ആരടാ? എനിക്കറിയൂടാ, നിനക്കെല്ലാം അറിയാവൂ. എനിക്കറിഞ്ഞൂടാ. അതെ, എന്തായാലും ഞാൻ പോട്ടെ. நீ போயிட்டு அடுத்த ஆள் ரசிக்கிட்டே. சிபு அப்படி போகாதப்பா, நல்லா வேர்த்து இருக்கு. கொஞ்சம் உள்ள வந்து டீ எல்லாம் குடிச்சு மெதுவா போலாம் வாப்பா. അയ്യോ അതിന്റെ അയ്യോ അങ്ങനൊന്നും പറയല്ലേ മോനെ. എന്റെ കുഞ്ഞിനെ രക്ഷിച്ചതല്ലയോ. മക്കള് വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ മതി. അല്ല കുഴപ്പമില്ലായിരുന്നു. ചായ വേണ്ട, ഒരു ഫൈറ്റ് ചെയ്യുന്ന ആട്ടുംപാലാണ് ശീലം. ആട്ടുംപാലെല്ലാം ഇല്ല, പശുവും പാലില് ടീ പോട്ട് തരാം. എന്തെങ്കിലും ആവട്ടെ.